സജിക്കാർ എങ്ങനെയാണ് ഈ പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറിനുള്ള ഇത്രയും വലിയൊരു മേൽക്കൈ അട്ടിമറിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്നത് ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളുടെയും ഭരണം പിടിക്കാനായിട്ട് UDF സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിജയത്തിനുള്ള ഒരു കളം ഒരുക്കിയത്? എങ്ങനെയാണ് നിങ്ങൾ അത് നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ആണ് നമുക്ക് ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. തുടർന്നുള്ള സമരങ്ങളെല്ലാം ഓരോ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ സാധിച്ചു. അത് ജനങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് ഈ അധികാരികളോടും ഗണേഷ് കുമാറിനോടും ഒക്കെ ചോദിക്കാൻ തയ്യാറായി. പത്തനാപുരത്ത് ഇത്തവണ കോൺഗ്രസ് ജയിക്കും. പ്രത്യേകിച്ച് പത്തനാപുരത്തെ അറിയുന്ന, പത്തനാപുരത്ത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, പത്തനാപുരത്തെ മനസ്സിലാക്കിയ, പത്തനാപുരത്ത് കൂടുതൽ സജീവമായി നിൽക്കുന്ന ആളുകൾ മത്സരിക്കും, വിജയിക്കാൻ സാധിക്കും. പത്തനാപുരത്തെ ബസ് സ്റ്റാൻഡിന്റെ വിഷയമാണ് സത്യം പറഞ്ഞാൽ ലോക ശ്രദ്ധ നേടിയ ഒരു പത്തനാപുരം ബസ് സ്റ്റാൻഡാണ്. നിരവധി തവണ പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് പോകുന്ന ബസ്സുകൾ കഞ്ചാവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു, കേസുകൾ എടുക്കുന്നു. കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിലും കടത്തുന്നതിന് വേണ്ടി KSRTC ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. സാജുഖാൻ നമസ്കാരം. നമസ്കാരം. സാജുഖാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, KS സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ ആയിരുന്നു 3 പ്രാവശ്യം. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എല്ലാവരും അഭിനന്ദനങ്ങൾ വാരിച്ചൊരിയുന്നത് പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ UDF വിജയത്തിന്റെ ശില്പി എന്നുള്ള രീതിയിലാണ്. സജിക്കാർ എങ്ങനെയാണ് ഈ പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറിനുള്ള ഇത്രയും വലിയൊരു മേൽക്കൈ അട്ടിമറിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്നത് ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാ പഞ്ചായത്തുകളുടെയും ഭരണം പിടിക്കാനായിട്ട് UDF സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിജയത്തിനുള്ള ഒരു കളം ഒരുക്കിയത്? എങ്ങനെയാണ് നിങ്ങൾ അത് നിരന്തരമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ആണ് നമുക്ക് ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്. 2016 ഗണേഷ് കുമാർ UDFിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം നിരന്തരമായി ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലയിരുത്തുകയും പത്തനാപുരത്ത് താലൂക്ക് ആശുപത്രി, ഉമ്മൻചാണ്ടി അനുവദിച്ച താലൂക്ക് ആശുപത്രി ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ അത് കൊറോണ സമയത്ത് വളരെ ആളുകളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചൊരു കാര്യം താലൂക്ക് ആശുപത്രി ഇല്ലാതിരുന്നത്. ആ സമയത്ത് കൊറോണ സമയത്ത് സമരം ചെയ്ത് അന്ന് ഞങ്ങളെ ലാത്തിയടിച്ചു, വലിയ വാർത്തയായി. അന്ന് മുതൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്തൊക്കെയാണ് പത്തനാപുരത്ത് ഇല്ലാത്തതെന്ന് കഴിഞ്ഞ 25 വർഷമായി MLA ആയി തുടരുന്ന ഗണേഷ് കുമാർ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കൊണ്ടുവരാതിരുന്നത്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ട് നടപ്പിലാക്കാതിരുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കി ആദ്യം വലിയ രീതിയിൽ ആളുകളെ സംഘടിപ്പിച്ച് സമരം ചെയ്തു. ആ സമരങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം കിട്ടുന്നില്ലെന്ന് മനസ്സിലാക്കി പിന്നീട് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി പ്രതീകാത്മകമായ സമരങ്ങളുമായി വന്നു. അത് പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നു ഈ സജുഖാന്റെ 1-2 ഈ തെരുവ് നായ്ക്കളുടെ വിഷയത്തിലൊക്കെയുള്ള ഇടപെടലുകൾ, ആ ഒരു സമരമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ജനങ്ങളും ഏറ്റെടുത്തു, സാമൂഹ്യ മാധ്യമങ്ങൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വശം പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ വിളക്കുടി പഞ്ചായത്തിലെ നിയ ഫൈസൽ എന്ന് പറഞ്ഞ 7 വയസ്സുള്ള ഒരു മോളെ പേപ്പട്ടി കടിച്ചു. പത്തനാപുരം നിയോജകമണ്ഡലമാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടു. അതിന് കയറി കിടക്കാൻ വലിയൊരു വീട് പോലും ഇല്ലാത്ത, ഒരു പിതാവില്ലാത്തൊരു കുഞ്ഞായിരുന്നത്. അതിൻ്റെ ഉമ്മയുടെ ആ നീറുന്ന കരച്ചിലിന് മുന്നിൽ നമ്മൾ പകച്ചുപോയി. അപ്പോൾ പിറ്റേ ദിവസം തന്നെ തെരുവുനായ വിഷയത്തിൽ പത്തനാപുരത്ത് ശാശ്വതമായൊരു പരിഹാരം വേണം. അതിന് ഓൾറെഡി അവിടെ ഈ ഷെൽട്ടർ ഹോം പണിതിട്ടിട്ടുണ്ട്. തെരുവുനായകളെ അങ്ങോട്ട് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു വളർത്തുനായുമായി പ്രതീകാത്മകമായി പഞ്ചായത്തിലേക്ക് പോയി ഒരു സമരം ചെയ്തു. പഞ്ചായത്താണല്ലോ ഇതിൻ്റെ അധികാരികൾ. അപ്പോൾ അത് വലിയ അറ്റൻഷൻ, മീഡിയ അറ്റൻഷൻ കിട്ടി. അത് ചർച്ച ചെയ്തു. അതാരാണ് ചെയ്യാത്തത് ജനം ചോദിച്ചു. ആ ജനത്തെ കൊണ്ട് അധികാരികളുടെ മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തി. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതായി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു വെടി അവർക്ക് കൊള്ളുന്നത്. അതിലൂടെ ഗണേഷ് കുമാർ പ്രതിരോധത്തിലാകുന്നു. ആ വിഷയത്തിൽ തന്നെ പ്രതിരോധത്തിലാകുന്നു. തുടർന്നുള്ള സമരങ്ങളെല്ലാം ഓരോ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാൻ സാധിച്ചു. അത് ജനങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് ഈ അധികാരികളോടും ഗണേഷ് കുമാറിനോടും ഒക്കെ ചോദിക്കാൻ തയ്യാറായി. എനിക്ക് ഏതൊരു പഞ്ചായത്തിൽ ഒരു 35 കോടി രൂപ മുടക്കിയൊരു ഷോപ്പിംഗ് മോളൊക്കെ പണിതിട്ട് പത്തനാപുരം പഞ്ചായത്തിന് അത് 6.5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന പത്തനാപുരം പഞ്ചായത്തിലെ 5000-ലധികം കുടുംബങ്ങളാണ് അവിടെ മലയോര മേഖലയിലെ ആളുകൾ ജീവനോപാധിക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഗണേഷ് കുമാറും 50 വർഷമായി ഇടതുപക്ഷവും തുടർച്ചയായി ഭരിക്കുന്ന പത്തനാപുരത്ത് ആ മാർക്കറ്റിലുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുകയും അവിടെ ഒരു ഷോപ്പിംഗ് മോൾ നിർമ്മിക്കുകയും ആ ഷോപ്പിംഗ് മോളിൻ്റെ അകത്ത് ഉദ്ഘാടനം കഴിഞ്ഞ 5 വർഷമായിട്ടും ഇതുവരെ പ്രവർത്തനം യാഥാർത്ഥ്യമായിട്ടില്ല, ആരംഭിച്ചിട്ടില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ 3 കോടി രൂപ അതിന്റെ പലിശ മാത്രം അടഞ്ഞുകൊണ്ടിരിക്കുക. 31 കോടി രൂപ ലോണും ഓൺ ഫണ്ടിന്റെ 4 കോടി രൂപയോട് ചേർത്ത് 35 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇപ്പോൾ അത് ആശീർവാദിനും ലുലു ഹൈപ്പർ മാർക്കറ്റിനും പ്രവർത്തിക്കാൻ കൊടുത്തിട്ടുണ്ട്. ലുലു വർക്ക് തുടങ്ങിയിട്ടില്ല, ആശീർവാദ് പ്രവർത്തിക്കുന്നു. പക്ഷെ അവർക്കെല്ലാം ചെറിയ പൈസക്കാണ് വാടക. പലിശ കോമ്പൻസേറ്റ് ചെയ്ത് പോകത്തില്ല. എങ്ങനെയെങ്കിലും ഇത് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് അവർ അത്തരത്തിൽ ഒരു പദ്ധതിയുമായി. ഈ ഷോപ്പിംഗ് മാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഷോപ്പിംഗ് മാളിന്റെ പാർക്കിംഗ് സൗകര്യം, മറ്റ് കടകൾ, ടെക്സ്റ്റൈൽസ്, ജുവലറീസ്, സൂപ്പർ മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ല. 2020 ഇത് നിർമ്മാണം കഴിഞ്ഞ് ആളുകൾക്ക് വേണ്ടി അത് കമ്മീഷൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ 25 കഴിഞ്ഞിട്ടും
ഇതുവരെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകൾ ആദ്യ സമയത്തുണ്ടായിരുന്ന പിന്നെ അവിടെ വന്നിട്ട് കച്ചവടക്കാരെല്ലാം ഡിപ്പോസിറ്റ് തിരിച്ചു വാങ്ങി പോയി. വീണ്ടും ലേലം നടത്തി. ഇപ്പോൾ പത്തനാപുരം ടൗണിൽ നിന്ന് എത്രത്തോളം ദൂരം മാറിയിട്ടാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്? ഹൃദയഭാഗത്ത് പത്തനാപുരം പഞ്ചായത്തിന്റെ മുഴുവൻ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 5-6 ഏക്കർ ഭൂമിയുടെ പിന്നെ ഡീഡ്, അതായത് ടൈറ്റിൽ ഡീഡ് കൊണ്ട് പണയപ്പെടുത്തിയിട്ടാണ് ഈ ഷോപ്പിംഗ് മോളിന്റെ പണം വാങ്ങിയിട്ടുള്ളത്, ലോൺ എടുത്തിട്ടുള്ളത്. അത് തന്നെ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇനിയുള്ള സാമ്പത്തിക വർഷം പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി അടയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ഈ ഒരു ഷോപ്പിംഗ് മാളിന്റെ പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇത് ബാധിക്കത്തില്ല? വികസന പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല. ഈ റോഡുകളുടെ ഒന്നും ഡെവലപ്മെന്റ്സ്, മെയിൻ്റനൻസ് നടക്കുന്നില്ല. പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയാണ്, മലയോര മേഖലയാണ്. ഈ അടുത്തിടയ്ക്കാണ് ഒരു വീട്ടിൽ വെള്ളം കുടിക്കുന്ന കിണറിൻ്റെ അകത്തൊരു പുലിയെ കണ്ടത്. രാവിലെ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനകത്ത് പുലി കിടക്കുന്നു. അത്രത്തോളം വന്യജീവി ആക്രമണമുള്ള സ്ഥലമാണ്. പുലി, ആന, കടുവ, പിന്നെ പന്നികളുടെ ശല്യം ഒന്നും പറയാതിരിക്കുക ഭേദം. കാരണം അതായത് കിടങ്ങ് നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഫോറസ്റ്റ് ഏരിയയിൽ നിർമ്മിക്കാൻ. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇന്നേ വരെ കെ ബി ഗണേഷ് കുമാർ ഒരിടത്തും അഡ്രസ് ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ഗണേഷ് കുമാർ അത് അഡ്രസ്സ് ചെയ്യത്തില്ല. കാരണം ഗണേഷ് കുമാർ പറയുന്നത് ഇപ്പൊ ഏറ്റവും റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഷ്യൂ മാത്രം അദ്ദേഹം പ്രതികരിക്കും. അതിൽ വാർത്ത കിട്ടും, മീഡിയ അറ്റൻഷൻ പോകും. അദ്ദേഹത്തിന്റെ വികസനം എന്താണെന്നോ, വികസന പോരായ്മ എന്താണെന്നോ, കുടിവെള്ള പ്രശ്നമുണ്ടെന്നോ, റോഡിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുണ്ടെന്നോ, തെരുവുനായിക പ്രശ്നമുണ്ടെന്നോ, മാർക്കറ്റില്ലെന്നോ, ആശുപത്രി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് പത്തനാപുരം താലൂക്ക് ആശുപത്രി ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇപ്പൊ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. 25 കൊല്ലം എടുത്തു താലൂക്ക് ആശുപത്രി കെട്ടിടം പണിയാൻ വേണ്ടി. ഈ താലൂക്ക് ആശുപത്രി വരാത്തതിന് പിന്നെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രി ലോബികളുണ്ടോ? പത്തനാപുരത്ത് പിന്നെ ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഒരു EMS ആശുപത്രി ഉണ്ട്. പക്ഷെ അതും അതിന്റെ ഫെസിലിറ്റിയും ഇതിന്റെ ഫെസിലിറ്റിയും ഒന്നും ഈക്വലായി വരത്തില്ല. കാരണം അതൊരു സാധാ ക്ലിനിക്ക് പോലുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. കൊട്ടാരക്കരയിലും അല്ലെങ്കിൽ കൊല്ലത്തും പ്രവർത്തിക്കുന്ന മറ്റ് മെഡിക്കൽ കോളേജ് പോലുള്ള സമാന രീതിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. എല്ലാ ആളുകളും അങ്ങോട്ടൊക്കെ പോകുന്നത്. ഒരു ദിവസം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തൊട്ടടുത്ത ദിവസം നമ്മളെ ഒരു ദിവസത്തേക്കൊന്ന് പരിചരിക്കുന്നത് 25,000 രൂപയായി ഈ ഹോസ്പിറ്റലുകളെല്ലാം വാങ്ങിക്കുന്നത്. അപ്പൊ അത്രയേറെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് പത്തനാപുരം. അപ്പൊ ഈ ഒരു ആരോഗ്യ കേന്ദ്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളൊന്നും നിങ്ങൾ എന്തെങ്കിലും സമരങ്ങളൊക്കെ നടത്തിയിരുന്നു? യൂത്ത് കോൺഗ്രസ് താലൂക്ക് ആശുപത്രിക്ക് വേണ്ടിയിട്ട് സമരം നടത്തി. ആ സമരത്തിന്റെ അകത്ത് എൻ്റെ കൈ അടിച്ചു പൊട്ടിച്ചു. അതായത് അത്രയേറെ ഭീകരമായ ലാത്തി ചാർജ് നടത്തി. പത്തനാപുരത്ത് അങ്ങനെ ലാത്തി ചാർജിന് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരന്തരമായി ലോങ് മാർച്ച് നടത്തി. ഗണേഷ് കുമാറിന്റെ വീട്ടിലേക്ക് നിരാഹാര സമരങ്ങൾ തുടർച്ചയായി നടത്തി. അവസാനം LDFിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ സമരവുമായി മുന്നിട്ട് വരേണ്ടി വന്നു, സഹകരിച്ചു. അപ്പൊ അത്രയേറെ വലിയ സമരങ്ങൾ പത്തനാപുരത്ത് ഞങ്ങൾ നടത്തി. ഈ കെ വി ഗണേഷ് കുമാർ അവിടുത്തെ ഒരു നാട്ടുപ്രമാണിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അഞ്ചലിലൂടെ ഗണേഷ് കുമാർ യാത്ര ചെയ്ത സമയത്ത് ഒരു അമ്മയും മകനും എതിരെ വന്നു. കാറിൽ സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞ് ആ മകനെ അമ്മയുടെ മുന്നിൽ വെച്ച് പിടിച്ചടിച്ചു. അതിൽ ഞങ്ങൾ ഗണേഷ് കുമാർ വീട്ടിലോട്ട് മാർച്ച് നടത്തി. ഇപ്പോഴും ആ കേസിൽ ജാമ്യം എടുത്തുകൊണ്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗണേഷ് കുമാറിന്റെ വീട്ടിലോട്ട് മാർച്ച് നടത്തിയ തന്നെ ഒരു ഏകദേശം 25ഓളം കേസിൽ ഞാൻ പ്രതിയാണ്. എന്നെ പോലെ നിരവധി ഞാൻ സഹപ്രവർത്തകർ പ്രതിയായിട്ടുള്ള കേസുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹം എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് മാത്രം പുറത്തു പറയും. അപ്പോൾ അതിന് മാത്രം കൈയടി കിട്ടും. ചെയ്യാതിരിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്നോട് പലരും പറയും സൂക്ഷിച്ചു പോകണം, രാത്രികളിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുത്, ബൈക്കിൽ യാത്ര ചെയ്ത്. കാരണം ഒരു അധ്യാപകന്റെ അവസ്ഥ അറിയാലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് അക്രമ സ്വഭാവങ്ങൾ ഉണ്ടാവും. നമ്മളെ അങ്ങ് ഭയപ്പെടുത്തും. ആ ഭയപ്പെടുത്തി നമ്മളെ ഒരു ധൈര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ അതിജീവിച്ച നിങ്ങളുടെ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് മാതിരിയുള്ള ഒരു വലിയ പ്രസ്ഥാനമല്ലേ, കോൺഗ്രസ് മാതിരിയുള്ള ഒരു വലിയ പ്രസ്ഥാനം കൂടെ ഇല്ലേ? പാർട്ടി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം പത്തനാപുരത്ത് വെട്ടിക്കവല എന്ന് പറയുന്ന പ്രദേശത്ത് ഗണേഷ് കുമാറിനെ യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാട്ടിയപ്പോൾ ഗണേഷ് കുമാർ കേരളത്തിൽ എങ്ങും പോകാൻ പറ്റില്ല. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് എല്ലായിടവും കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിന്റെ സഞ്ചാര സാധ്യത ഞങ്ങൾ തടഞ്ഞു. അപ്പോൾ അതിൽ ഗുണ്ടകളുടെ സംരക്ഷണത്തോടു കൂടിയാണ് പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിനെതിരെ അത്രയേറെ ശക്തിയോടെ ഗണേഷ് കുമാർ നിൽക്കാൻ കഴിയില്ല. മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ വളവളപ്പുള്ള നാക്കുകൊണ്ട് ആളുകളുടെ മൊറാലിറ്റിയെ തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ, VS അച്യുതാനന്ദനെതിരെ നടത്തിയതുപോലെയുള്ള മൊറാലിറ്റിയെ തകർക്കുന്ന പ്രസംഗങ്ങൾ നടത്തി നമ്മുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യും. അത് മാത്രമേ അദ്ദേഹത്തിന് കഴിയൂ. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും UDF ആണ് ഭരിക്കുന്നത്. ഇത് എങ്ങനെ സാധിച്ചത്? എങ്ങനെയാണ്? കഴിഞ്ഞ പ്രാവശ്യം ഒരു പഞ്ചായത്തില് UDFും ബാക്കി 6 പഞ്ചായത്തുകളിൽ 7 പഞ്ചായത്തുകളിൽ LDF ആയിരുന്നു. അത് തുടർച്ചയായി ഇപ്പോൾ കഴിഞ്ഞ ഒരു തവണയല്ല, 10 വർഷമായി ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, 15 വർഷമായി ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്, 25 വർഷം ഭരിക്കുന്നുണ്ട്, 50 വർഷം ഭരിക്കുന്ന പഞ്ചായത്തുണ്ട്. ഇത് ഒരു ഏകാധിപത്യത്തിന്റെ സ്വരമായിരുന്നു. ഏകാധിപത്യത്തിനെതിരെ നിൽക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വിജയം UDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർച്ചയായിട്ട് LDF തന്നെ വിജയിച്ചു വരുന്ന, LDFന് കോട്ട എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്ത് UDFന് വേണ്ടി നിലപാടെടുത്ത് അടിയുറച്ച് നിൽക്കാൻ ആ ധൈര്യമായിരുന്നു മുന്നോട്ടുള്ള പ്രയാണം
അതാണ് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. അതിന് ജനങ്ങളുടെ വലിയ സപ്പോർട്ടുണ്ടായി. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലൊരു ശ്മശാനമില്ല. കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ലേ, എത്ര വലിയ വികസന നായകൻ്റെ നാട്ടിലുള്ള ഒരു അടിസ്ഥാന പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് ഈ പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചൊരു സമയത്താണ് ഒരു ഇന്റർകാസ്റ്റ് വിവാഹം കഴിച്ച ഒരാൾ മരണപ്പെട്ടു. അയാൾ ക്രിസ്ത്യനായിരുന്നു. അദ്ദേഹത്തെ പള്ളിക്കാർ വിലക്കി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹിന്ദു ആയിരുന്നു. അവർക്ക് സ്വന്തമായി സ്ഥലമില്ല, അടക്കാൻ സ്ഥലമില്ല. അങ്ങനെ മുൻ മെമ്പറായിട്ടുള്ള മിനി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ സ്ഥലത്താണ് ഞങ്ങൾ അടക്കപ്പെട്ടത്. അത് ഈ ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി 25 വർഷം മുമ്പ് പത്തനാപുരം പഞ്ചായത്ത് സ്ഥലം വാങ്ങിച്ചു. ടൗണിൽ തന്നെ സ്ഥലമുണ്ട്. അവിടെ പ്രൊജക്ട് വെച്ച് ഞങ്ങൾ പലതവണ കൊണ്ടുവരുമ്പോഴും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി ഈ പ്രോജക്റ്റ് തട്ടിക്കളയും. ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം കാണുമ്പോൾ ഇലക്ട്രിക് ഫർണസ് പണിയാം, അത്യാധുനിക രീതിയിലുള്ള സംവിധാനം ചെയ്യാം, ഇവിടെ 300 മീറ്റർ ഉയരിൽ ചെന്നിട്ട് ഇതിന്റെ ബാഷ്പീകരിച്ച് നമ്മുടെ ബോഡി ബാഷ്പീകരിച്ച് ദ്രാവക രൂപത്തിലേക്ക് പുറന്തള്ളുന്ന രീതിയിൽ ഒരു പരിസരം ഒരു കെമിക്കൽ ഉണ്ടാവാത്ത രീതിയിൽ മലിനീകരിക്കാത്ത രീതിയിൽ ചെയ്യും എന്നൊക്കെ പ്രസംഗിക്കും. പക്ഷെ നടപ്പിലാവത്തില്ല. 25 വർഷമായിട്ട് അവിടെ ഒരു ശ്മശാനമില്ല. അവിടെ 3 സെന്റിലും 4 സെന്റിലും കൊല്ലം ജില്ലയിലെ, പ്രത്യേകിച്ച് കൊല്ലം ജില്ല മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ കൊല്ലം ജില്ല ഏറ്റവും കൂടുതൽ ട്രൈബൽ വിഭാഗമുള്ള സ്ഥലമാണ് പത്തനാപുരം. ട്രൈബൽ കോളനികളുള്ള സ്ഥലമാണ്, SC കോളനികളുള്ള സ്ഥലമാണ്. 3 സെന്റും 4 സെന്റും ലക്ഷം വീട് കോളനികളുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള ആളുകളെ, മുസ്ലിം ക്രിസ്ത്യൻ ആളുകളെ വിടുക, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള സഹോദരങ്ങൾ, ദളിത് സമൂഹത്തിലുള്ള സഹോദരങ്ങൾ മരണപ്പെട്ടാൽ ആ മരണപ്പെടുന്നവരെ അടക്കുന്നതിന് വേണ്ടിയിട്ട് വീടിൻ്റെ അടുക്കള വരെ കുഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെ ഗണേഷ് കുമാർ എന്ന് പറയുന്ന വികസന നായകൻ്റെ വികസനം എവിടെയാണെന്ന് ചോദിക്കേണ്ടി വരും. അത് വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആളുകൾ അത് ചിന്തിക്കുന്നത് ശരിയാണല്ലോ. ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ ശ്മശാനമില്ല, ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ ആശുപത്രിയില്ല, ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മാർക്കറ്റില്ല, ഗണേഷ് കുമാറിൻ്റെ നാട്ടിൽ തെരുവുനായുടെ അക്രമം മൂലം 7 വയസ്സുകാരി പൊന്നുമോൾ വിഷബാധയേറ്റ് മരിക്കുന്നു. ഇങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് തന്നെ പറഞ്ഞു കളിസ്ഥലം വേണമെന്ന്. ആ കളിസ്ഥലം പത്തനാപുരത്ത് ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല. ബൈപ്പാസ് ഉണ്ടാക്കിയിട്ടില്ല. കുടിവെള്ള പ്രശ്നം ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും പട്ടയമില്ലാതെ, പട്ടയത്തിന് വേണ്ടി സമരം ചെയ്ത് ജനിച്ചു വീണ മണ്ണിൽ മരിച്ചു വീണിട്ട് പോലും പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ള ഗതികേട് പത്തനാപുരത്തുകാർക്കുണ്ട്. അത് ഗണേഷ് കുമാർ പർപ്പസ്ഫുള്ളി മറച്ചു വെക്കുകയാണ്. ഇത് ഒരു റിയാലിറ്റിയാണ്. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലെ അദ്ദേഹത്തിന് റീച്ച് കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ ആളുകൾ വന്ന് വാർത്ത എടുക്കുമ്പോൾ ഇതൊന്നും പുറത്തു പറയത്തില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻ മാത്രമേ കൊടുത്ത് റീച്ച് ഉണ്ടാക്കും. ഈ ഗണേഷ് കുമാർ എങ്ങനെയാണ് ഈ വോട്ട് നേടുന്നത്? എങ്ങനെയാണത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലാസ്റ്റുള്ള തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ മത്സരം അവിടെ നടത്തിയിട്ടുള്ളത്. ആ ശക്തമായ മത്സരം നടത്തുമ്പോൾ ഇടതുപക്ഷത്തിലുള്ള വോട്ടുകൾ പിടിച്ച് SUCI പോലുള്ള രാഷ്ട്രീയ പാർട്ടികളെ മത്സരിപ്പിച്ച് ആന്റി ഇൻകംബൻസിയെ ഡൈവേർട്ട് ചെയ്തെടുത്തുകൊണ്ടാണ് ആ വോട്ടുകൾ അങ്ങോട്ട് മാറിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ശക്തമായി തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസരമായിരുന്നു. ഗണേഷ് കുമാർ പത്തനാപുരത്ത് ഇല്ലാഞ്ഞിട്ടും UDF ചരിത്രത്തിലാദ്യമായി 6 പഞ്ചായത്തുകൾ പിടിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം പിടിച്ചു. ജില്ലാ പഞ്ചായത്തിലുണ്ട 2 ഡിവിഷനും പിടിച്ചു. ഒരു ഡിവിഷനിൽ പരാജയപ്പെട്ട് വെറും 1000 വോട്ടുകൾക്കാണ്. അതൊരു റിസർവേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത്. കാൻഡിഡേറ്റ് വേറെ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ വരാൻ ലേറ്റായതുകൊണ്ടും ഒരു ജോസഫ് വിഭാഗത്തിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിച്ചതുകൊണ്ടുമാണ് അവിടെ പരാജയപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം പത്തനാപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തോറ്റത് ജോസഫ് വിഭാഗത്തിന്റെ റിബൽ സ്ഥാനാർത്ഥി മത്സരിച്ചു. ജോസഫ് ഗ്രൂപ്പിൽ എത്ര വോട്ട് കിട്ടിയാന്നിട്ട്? റിബൽ സ്ഥാനാർത്ഥിക്ക് 850ഓളം വോട്ട് കിട്ടി ഒരു ജില്ലാ പഞ്ചായത്തിൽ. അതൊരു കൺസോളിഡേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ടൈം കുറവല്ല. അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തിയതിനകത്തുള്ള ഒരു സമയക്കുറവാണ് ഇതിലുണ്ടായത്. അവിടെ LDFന്റെ സ്ഥാനാർത്ഥി CPM ആണോ CPI ആണ് വിജയിച്ചിട്ടുള്ളത്? അവിടെ CPIക്ക് നല്ല ശക്തിയുള്ള ഒരു സ്ഥലമാണെന്നല്ലേ? CPIയുടെ MLA ആയിരുന്നു തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പ്രകാശ് ബാബു MLA ആയിരുന്നു. പ്രകാശ് ബാബുവിന്റെ ടീം അവസാനിച്ചതിന് ശേഷം അവിടെ ഗണേഷ് കുമാർ കടന്നു വന്നു. 3 തവണ CPIയെ പരാജയപ്പെടുത്തി, പിന്നെ CPMനെ പരാജയപ്പെടുത്തി. പിന്നീടാണ് അദ്ദേഹം LDFന്റെ ഭാഗമാകുന്നത്. LDFന്റെ ഭാഗമായി പലതവണ ജഗദീഷ് ഒന്ന് മത്സരിച്ചു. ജഗദീഷ് മത്സരിക്കുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്നിരുന്നെങ്കിൽ അവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചേനെ. സെലിബ്രിറ്റി മത്സരം, അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയോളജി ഉയർത്താൻ ജഗദീഷിന് കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നീട് അത് പറഞ്ഞല്ലോ. പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവോട് മത്സരിച്ചിരുന്നെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട് കടപ്പെട്ട ഒരു സ്ഥലമാണ് പത്തനാപുരം. ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചിലേറ്റിയ ഒരു സ്ഥലമാണ് പത്തനാപുരം. ആ സ്ഥലത്ത് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ആ ഒരു നെറികേടിനെതിരെ കൃത്യമായിട്ട് ആളുകൾ വിലയിരുത്തും. രണ്ടാമത് VS അച്യുതാനന്ദനെതിരെ ഏറ്റവും കൂടുതൽ മോശമായി പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പം ആരെയും ബഹുമാനിക്കാത്ത, ആരെയും മാനിക്കാത്ത, ആരുടെയും അഭിമാനം കൺസേൺ ചെയ്യാത്ത ഒരാളാണ്. പത്തനാപുരത്ത് നിന്ന് തന്നെയുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് പാർട്ടി പ്രവർത്തകൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പറയുന്നത്. പത്തനാപുരത്ത് ഇത്തവണ കോൺഗ്രസ് ജയിക്കും. പ്രത്യേകിച്ച് പത്തനാപുരത്തെ അറിയുന്ന, പത്തനാപുരത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, പത്തനാപുരത്തെ മനസ്സിലാക്കിയ, പത്തനാപുരത്ത്
കൂടുതൽ സജീവമായി നിൽക്കുന്ന ആളുകൾ മത്സരിക്കും, വിജയിക്കാൻ സാധിക്കും. സജു ഖാൻ ഒരു ഈ മീൻ കച്ചവടം സവോളയൊക്കെ ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് ഒരിടത്ത് ഇറക്കിയിട്ട് അതെന്തായിരുന്നു സംഭവം? അത് പത്തനാപുരം പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് എൻ്റെ പിതാവ് ഒരു മീൻ കച്ചവടക്കാരനായിരുന്നു. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ മീൻ കച്ചവടം നടത്തി ഉപജീവനം കണ്ടെത്തിയ ഒരു സ്ഥലം പത്തനാപുരം മാർക്കറ്റായിരുന്നു. ഈ മാർക്കറ്റ് അവിടെ പുനരധിവാസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് പഴയ മാർക്കറ്റ് പൊളിച്ച് ഈ ഷോപ്പിംഗ് മോൾ പണിതത്. അപ്പോൾ അത് തുടർച്ചയായി നമ്മൾ ആവശ്യപ്പെടുകയും ഇത് എല്ലാ ബഡ്ജറ്റിലും 2 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു. എന്നാൽ ഈ 2 കോടി രൂപ എന്ന് എഴുതുന്നേ ഉള്ളൂ, പണം അതിനകത്ത് മാറ്റിവെക്കത്തില്ലായിരുന്നു. അങ്ങനെ ആളുകളെ വഞ്ചിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതീകാത്മകമായ ഒരു സമരം നടത്തിയതാണ്. നമ്മൾ ഈ ആളുകളെ കൂട്ടി വലിയ സമരങ്ങൾ നടത്തി, നിരവധി ദിവസങ്ങൾ കാൽനടയായ ജാഥകൾ നടത്തി. അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് ആളുകൾ കാണത്തുള്ളൂ. ഇപ്പം മീനും പച്ചക്കറിയുമായിട്ട് പഞ്ചായത്തിന് മുന്നിൽ വന്ന് സൗജന്യമായി അത് ആളുകൾക്ക് വിതരണം ചെയ്തു. ആളുകൾ എന്തിനാന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു മാർക്കറ്റ് പുനഃസ്ഥാപിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്തു, ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തി, ചർച്ച ചെയ്തു. അതൊരു വലിയ വൈറൽ വിഷയമായി മാറി. അത് കേരളത്തിലെ മലയാളികൾ ഒന്നടങ്കം ആ വിഷയത്തിൽ പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ പത്തനാപുരത്തുള്ള പഞ്ചായത്തുകളുടെ മാറ്റത്തിന് അതൊരു നിമിത്തമായി. പത്തനാപുരത്ത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ കാണുന്ന പത്തനാപുരമല്ല, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, റോഡിന്റെ പ്രശ്നങ്ങളുണ്ട്, ആശുപത്രി ഇല്ലാത്ത. അവിടുത്തെ ബസ് സ്റ്റാൻഡ് എങ്ങനെയുണ്ട് ഇപ്പോൾ? പത്തനാപുരത്തെ ബസ് സ്റ്റാൻഡിന്റെ വിഷയമാണ് സത്യം പറഞ്ഞാൽ ലോക ശ്രദ്ധ നേടിയ ഒരു പത്തനാപുരം ബസ് സ്റ്റാൻഡാണ്. കാരണം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കെ.വി. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കുടിവെള്ളം കുപ്പിയിൽ സൂക്ഷിച്ച് KSRTC ബസ്സിന്റെ മുന്നിൽ വെച്ചതിന്റെ പേരിൽ മന്ത്രി ഓവർടേക്ക് ചെയ്ത് ഒരു ഡ്രൈവറെ പിടിച്ചിറക്കി നടു റോഡിൽ നിർത്തി ചോദ്യം ചെയ്തു. പിന്നെ പണിഷ്മെന്റ് കൊടുത്തു, ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയിടാൻ പാടില്ലെന്നാണ് മന്ത്രി പറഞ്ഞു. പ്ലാസ്റ്റിക് ഒരു ബസ്സിന് മുന്നിൽ എത്ര കൂട്ടിയിടാൻ പറ്റും? 3 കുപ്പി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് കടന്നുപോയി. പഞ്ചായത്തിന്റെ സ്ഥലത്ത് ലീസ് എഗ്രിമെന്റിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ AEO അവിടുത്തെ ATOയും ജീവനക്കാരും എന്നെ കണ്ടുകൊണ്ട് എല്ലാവരും അങ്ങ് ഒരുമിച്ച് സംഘടിച്ച് എന്നെ എതിർക്കണം. ഞാൻ ഗണേഷ് കുമാറിനെതിരെ നിരന്തരം സമരങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഗണേഷ് കുമാറിന്റെ ഒരു അനുയായിട്ടുള്ള ATO അവിടെ ഇരിക്കുന്നത്. ഇവരെ സംഘടിച്ച് എന്നെ ഒന്ന് എതിർക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, അതിലുപരി ഞാനൊരു പബ്ലിക്കാണ്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, എനിക്കിവിടെ വരാൻ സാധിക്കും, നീ ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലെന്ന് പറഞ്ഞു ഡ്രൈവർമാരെ പുറത്താക്കുമ്പോൾ നിങ്ങൾ യൂണിയൻ അവരെയല്ലേ സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ എല്ലാം പ്ലാസ്റ്റിക് കൂട്ടിയിട്ടിരിക്കുക. ഞാൻ ആ പ്ലാസ്റ്റിക്കുകളെല്ലാം പറക്കി കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇത് പറക്കി മാറ്റണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഹരിതകർമ്മ സേനയ്ക്ക് പഞ്ചായത്തിലെങ്കിലും ഇത് കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളഞ്ഞോളും. അപ്പോൾ അത് ഉയർത്തി കാണിച്ചപ്പോൾ എന്നെ അവർ ആക്രമിക്കാൻ വന്നു, എന്നെ അടിക്കാൻ കൈപൊക്കി, ആളുകളെ സംഘം ചേർന്നുകൊണ്ട് വലിയ ഉപദ്രവിക്കാൻ, വലിയ ഒരു ഭീകര അന്തരീക്ഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതേസമയം പത്തനാപുരത്ത് ഉണ്ടായിരുന്ന ഒരു ബസ്സിൽ നമ്മുടെ ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്ത് 2 കിലോ കഞ്ചാവ് കണ്ടെത്തി. 2 കിലോ കഞ്ചാവ് കണ്ടെത്തി. നിരവധി തവണ പത്തനാപുരം KSRTC ഡിപ്പോയിൽ നിന്ന് പോകുന്ന ബസ്സുകൾ കഞ്ചാവിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നു, കേസുകൾ എടുക്കുന്നു. അവിടെ ഓടിക്കുന്ന ഡ്രൈവറെയോ, കാരണം ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ ആ ഡ്രൈവറോ കണ്ടക്ടറോ കേസിൽ പ്രതിയാവും. നമ്മൾ KSRTCയിൽ ഒരു പാർസൽ കയറ്റുവാണെങ്കിൽ നമുക്ക് എത്ര 5 കിലോ വെയിറ്റ് കൂടുതലെടുത്ത് ഞാൻ ടിക്കറ്റ് എടുക്കണമെന്നാണ്. അപ്പോൾ ഇത്ര 5 കിലോ കഞ്ചാവൊക്കെ വരുമ്പം ഈ കഞ്ചാവ് പൊതി അവിടെ ഇരിക്കുമ്പോൾ പ്രതിയെ പിടിക്കുന്നില്ല, കണ്ടക്ടറെയും ഡ്രൈവറെയും പ്രതിയാക്കുന്നില്ല, സ്റ്റേഷൻ മാസ്റ്ററെ പ്രതിയാക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതിനകത്ത് കഞ്ചാവ് അന്യ സംസ്ഥാനങ്ങളിലും കടത്തുന്നതിന് വേണ്ടി KSRTC ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. കഞ്ചാവ് ഇപ്പോഴും പലപ്പോഴും പോലീസും എക്സൈസും കണ്ടെടുക്കുന്നുണ്ടെങ്കിലും ഒരു കേസിലും KSRTCയിൽ കടന്ന കഞ്ചാവിൽ ഒരു കേസിൽ പോലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിൽ എന്തായെന്ന് പോലും മന്ത്രി പറയുന്നില്ല. മന്ത്രി ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിയാണ് ഒരു നിയോജക മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയൊക്കെ നിശ്ചയിക്കേണ്ടത്. അതിനകത്ത് മറ്റ് മാധ്യമങ്ങൾക്കുൾപ്പെടെ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ സജു ഖാനെ സംബന്ധിച്ച് സജു ഖാൻ അടുത്ത പ്രാവശ്യം പത്തനാപുരത്ത് മത്സരിക്കാനായിട്ടൊരു അവസരം കിട്ടിയെന്ന് കരുതുക. സജു ഖാൻ അവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയം എന്തായിരിക്കും, വികസനം എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അടിസ്ഥാന പ്രശ്നം ഒന്ന് പട്ടയ പ്രശ്നം, ഒന്ന് കുടിവെള്ള പ്രശ്നം, വന്യജീവികളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുക. പത്തനാപുരം ടൗണിലും കുന്നിക്കോട് ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ വന്നു പോകുന്ന സ്ഥലമാണ്, സ്ത്രീകൾ വന്നു പോകുന്ന സ്ഥലമാണ്. ഹൈജീനിക്കായിട്ട് മൂക്കിൽ പൊത്താതെ കയറി അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു ഹൈജീനിക്കായിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുക, ആളുകൾക്ക് അവരുടെ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവരിക, നല്ല റോഡുകൾ ഉണ്ടാക്കുക, ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി, താലൂക്ക് ആശുപത്രി അത്യാധുനിക സംവിധാനത്തോടുകൂടി പത്തനാപുരത്ത് യാഥാർത്ഥ്യമാക്കുക. ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ആദ്യം അതാണ് നടപ്പിലാക്കേണ്ടുന്നത്. അല്ലാതെ വെറുതെ റീൽസ് ഇട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ല നടത്തേണ്ടുന്നത്. സജു ഖാൻ അവിടെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സജു ഖാനെ നമ്മൾ ബന്ധപ്പെടാനായിട്ടും സാഹചര്യം ഉണ്ടായത്. ഏതൊക്കെയാലും സജു ഖാന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അവിടെ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള എത്ര കേസുകളുണ്ട് സജു ഖാൻ ഇപ്പം നിലവിൽ? എനിക്കിപ്പം 50-ലധികം രാഷ്ട്രീയ കേസുകളുടെ കാര്യം ഉണ്ടല്ലോ. രാഷ്ട്രീയ കേസുകൾ 50-ലധികം കേസുകൾ
കേസുകളുണ്ട്. കേസുകളിൽ പിന്നെ നോൺ ബെയിലബിൾ വാറണ്ടുള്ള 13ഓളം കേസുകളുണ്ട്. ഈ കേസുകളിലെ ജാമ്യം എടുത്ത് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ സജു ഖാൻ രാഷ്ട്രീയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും. ശരി, താങ്ക് യു.